നമസ്കാരം. അവസാനം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം 90% റിസൾട്ടുകൾ പുറത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു തിരിച്ചടിയാണ് LDFന്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് ഏറ്റിരിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത ഈ തിരിച്ചടി ഇനി ആ പാർട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് സത്യം. പിണറായി വിജയന് ഇനി ഭാവിയുണ്ടോ ഇല്ലയോ, എന്തായിത്തീരുമെന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ത്രിപുരയും ബംഗാളും ഒരു കാലഘട്ടത്തിൽ കേരളത്തെ പോലെ ഏറ്റവും CPMൻ്റെ ശക്തി ദുർഗങ്ങളായിരുന്നു. ത്രിപുരയിലും ബംഗാളിലും ഒറ്റയ്ക്ക് ഭരണത്തിലിരിക്കാൻ കഴിവുള്ള പാർട്ടിയായിരുന്നു CPM. 35 വർഷത്തോളം ഭരിച്ചിരുന്ന പാർട്ടി ഇന്ന് അവിടെ നാമാവശേഷമായി ഇല്ലാതെയായിരിക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇനിയൊരു തിരിച്ചുവരവ് അവിടെ ഇല്ല. ഇതേ അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടന്ന റിസൾട്ട് നോക്കുമ്പോൾ CPMൻ്റെ അടിത്തറ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അത് നിയമസഭാ ഇലക്ഷനോടുകൂടി സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാകും എന്നുള്ള പ്രവചനമാണ് ഞാൻ നടത്തുന്നത്. എന്തുകൊണ്ടാണ് CPM ഇങ്ങനെ ഇല്ലാതായതിന് കാരണം? അതിന് കാരണം 2015 മുതൽക്ക് ഇങ്ങോട്ട് എടുക്കണം. 2015 പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, പ്രശസ്തനായ, നീതിമാനായ, വികസന നായകനായ ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയിട്ടായിരുന്നു. അദ്ദേഹത്തെ വീഴ്ത്തുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച തന്ത്രം, ഒരു സ്ത്രീയെ ഉപയോഗിച്ച് കള്ളപ്പരാതി, ലൈംഗിക ആരോപണ പരാതി കൊടുത്ത് അത് വലിയ തോതിൽ പ്രചരണായുധമാക്കി, കച്ചവടമാക്കി, അങ്ങനെ അദ്ദേഹത്തെ ഇല്ലാതാക്കി, കോൺഗ്രസിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് അദ്ദേഹം 2021 അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും സാഹചര്യം, ഈ കോവിഡ് വന്ന് ജനങ്ങളാരും പുറത്തിറങ്ങാത്തൊരു കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സഹായധനങ്ങൾ തൻ്റേതാണെന്ന് വരുത്തിച്ച് കിറ്റും പെൻഷനും കൊടുത്ത് ആ സമയത്ത് വോട്ട് നേടി എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ അതീവ ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ ദൈവദൂതനെ പോലെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം നക്കാപ്പിച്ച കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് നേടി എന്നുള്ളതാണ് വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ പറയേണ്ടത്. ഏകദേശം 100 സീറ്റോളം ആണ്, 99 സീറ്റിലാണ് LDF വിജയിച്ചത്. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഹങ്കരിച്ച പിണറായി വിജയൻ സർവ്വതും നശിപ്പിച്ചുകൊണ്ടാണ് കേരളത്തെ ഇല്ലാതാക്കിയത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിനേക്കാൾ 6 ലക്ഷം കോടി രൂപയാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടത്തിൽപ്പെട്ട് കടക്കണിയിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. എല്ലാ മേഖലകളിലും അഴിമതി മാത്രമല്ല, എവിടെയൊക്കെ തട്ടിപ്പ് നടത്താമോ, എവിടെയൊക്കെ കച്ചവടം നടത്താമോ, എവിടെയൊക്കെ മോഷ്ടിക്കാവോ അതെല്ലാം ചെയ്ത് കേരളത്തെ എല്ലാ തരത്തിലും ഇല്ലാതാക്കി. മാത്രമല്ല, സകല വിധത്തിലുള്ള പൗരാവകാശങ്ങളും പത്രസ്വാതന്ത്ര്യം തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന രാജാവിനെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസിനെ അയച്ച് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം. ഇതിന് പാവപ്പെട്ട ആശാവർക്കർമാർ തിരുവനന്തപുരം സമരം ചെയ്തപ്പോൾ അവർ സമരം ചെയ്തിട്ട് അവസാനം ഒന്ന് തിരിഞ്ഞ് നോക്കുക പോലും ചെയ്യാതെ എല്ലാ തരത്തിലുള്ള ധാർഷ്ട്യം പ്രയോഗിക്കുകയായിരുന്നു അദ്ദേഹത്തിന്. ഈ അടുത്ത കാലത്ത് ഒരു 2 കാറുണ്ട്, 44 വാഹനങ്ങളുടെ അകമ്പടിയുണ്ട്. എന്നിട്ടും പുതിയ കാറ് വാങ്ങി 1,10,00,000. എന്നിട്ടും ആശാവർക്കർമാർക്ക് 273 രൂപയിൽ നിന്ന് 30 രൂപ, അതായത് 303 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്നവർക്ക് ആവറേജ് ഒരു 500-700 രൂപ കൊടുക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അറിയാം, ഏത് കൂലിപ്പണിക്കാർക്ക് പോലും കിട്ടും 1000 രൂപ. ആ സ്ഥലത്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാതെ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ഒരു 700 രൂപ ആക്കി കൊടുക്കാൻ കഴിവില്ലാത്ത, മനസ്സ് കാണിക്കാത്ത പരമതെണ്ടിയായ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുണ്ടായത്. അദ്ദേഹം ധാർഷ്ട്യവും അഹങ്കാരവും മാത്രമല്ല, ധൂർത്തവും അഴിമതിയുടെയും പ്രതീകമായി മാറി. അങ്ങനെ കേരളത്തെ മുച്ചൂട് നശിപ്പിക്കുക മാത്രമല്ല, സർവ്വ മേഖലയിലും ഏകാധിപതിയെ പോലെ പെരുമാറി. ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി, സാധാരണക്കാരനായി എല്ലാവരുടെ മുമ്പിൽ വരേണ്ട ഒരു CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആ മുഖമുദ്രയെ കാണിക്കേണ്ട ആള് ഒരു ബൂർഷാസിയേക്കാൾ ഭീകരനായ ഏകാധിപതിയായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPMഉം പിണറായി വിജയനും ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വമ്പൻ ഭൂരിപക്ഷവുമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ച് UDF മുന്നേറിയതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പരിപൂർണത വന്നിരിക്കുന്നു. സർവ്വ മേഖലയിലും, എല്ലാ മേഖലയിലും
CPM-നും ഇടതുപക്ഷത്തിനും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം 500 സീറ്റുകളോടെ 500 പഞ്ചായത്തുകൾ, അതിൻ്റെ CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഏകദേശം 500 പഞ്ചായത്തുകളിൽ UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. അതോടൊപ്പം CPM ഇടതുപക്ഷ മുന്നണി 347 സീറ്റുകളിൽ മാത്രമാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് അടിത്തറ ഇളകിയിരിക്കുന്നു. അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇനി മൊത്തത്തിൽ ഇളകിപ്പോവാൻ ഏതാനും സമയങ്ങൾ മതി. ബാക്കി 25 സീറ്റുകളിൽ മാത്രമാണ് NDAക്ക് അവിടെ സ്വന്തമായി അധികാരത്തിൽ എത്താൻ കഴിഞ്ഞത്. അതായത് NDA ഒരു പിക്ചറിൽ ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇപ്പോൾ CPM ആണ് അധികാരത്തിലുള്ള ഒരു പാർട്ടി. അതുകൊണ്ട് അവർക്ക് 347 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. പഞ്ചായത്തുകളിൽ 493, ഏകദേശം 500 സീറ്റുകളോളം UDF-നാണ് അധികാരത്തിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോർപ്പറേഷൻ, അതായത് നഗരസഭാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നത് കൊച്ചിയിലാണ്. കൊച്ചിൻ കോർപ്പറേഷൻ 47 സീറ്റുകൾ പിടിച്ചെടുത്ത് 76 സീറ്റിൽ 47 സീറ്റുകൾ പിടിച്ചെടുത്ത് UDF അധികാരത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം വളരെ സ്ലോ ആയിട്ട് UDF-നെതിരായൊരു ട്രെൻഡാണെന്നൊക്കെ വന്നിരുന്നെങ്കിൽ അവസാനം 47 സീറ്റുകളോടെ വ്യക്തമായ മെജോറിറ്റി, 76 സീറ്റിൽ 47 സീറ്റ് വ്യക്തമായ മെജോറിറ്റി നേടിയിരിക്കുന്നു. അതേപോലെ തിരുവനന്തപുരം കണ്ണൂർ കോർപ്പറേഷനിൽ 56 സീറ്റിൽ 36 സീറ്റ് നേടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ തട്ടകമായ തൃശ്ശൂരിൽ 33 സീറ്റ്, 56 സീറ്റിൽ 33 സീറ്റ് നേടിയിരിക്കുന്നു. ഏറ്റവും വലിയ അട്ടിമറി നടന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് 50 വർഷമായി ഭരിച്ചിരുന്ന CPM-ൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാറി കോർപ്പറേഷനായ ശേഷവും ഭരണത്തിലുണ്ടായിരുന്നത് ആരാണ്? CPM-ഉം അതേപോലെ ഇടതുപക്ഷ മുന്നണിയാണ്. അവർ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് UDF തന്നെയാണ് അവിടെ ഭരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്താവട്ടെ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന CPM-നും ഇടതുപക്ഷത്തിനും ഇത്തവണ വളരെ ദയനീയമായ പരാജയമാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒറ്റയ്ക്ക് NDA അധികാരത്തിൽ വന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്ഥലത്ത് മാത്രമാണ് BJP-ക്ക് അധികാരത്തിൽ കയറാൻ പറ്റിയത്. ഒന്ന് പാലക്കാടും ഒന്ന് തൃപ്പൂണിത്തുറയും. മുമ്പ് പന്തളത്തായിരുന്നു മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ BJP-ക്ക് അധികാരം കിട്ടിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. എന്തായാലും കേരളത്തിലെ സർവ്വ മേഖലകളിൽ എന്ന് പറയുമ്പോൾ ജില്ലാ പഞ്ചായത്തിലാകട്ടെ, ജില്ലാ പഞ്ചായത്തിലെ 7 സ്ഥലങ്ങളിൽ 7 സ്ഥലത്ത് UDF-ഉം 7 സ്ഥലത്ത് LDF-ഉമാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ഉള്ള 86 സീറ്റിൽ 56 സ്ഥലങ്ങളിൽ UDF ആണ്. 28 സ്ഥലങ്ങളിൽ മാത്രമാണ് LDF-ന് പിടിച്ചെടുക്കാൻ പറ്റിയ. 2 സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മുടെ BJP NDAക്ക് വരാൻ പറ്റി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലാകട്ടെ 81 സ്ഥലങ്ങളിലാണ് UDF മുന്നേറ്റം കാഴ്ചവെച്ചത്. 63 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക് അധികാരത്തിൽ പറ്റിയിരിക്കുന്നത്. ഈ വിധത്തിൽ സർവ്വ മേഖലയിലും മേധാവിത്വം UDF നേടിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ വലിയ മുന്നേറ്റമായിരിക്കും കാണിക്കുക. നേരത്തെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റുകളിൽ UDF അധികാരത്തിൽ വരും ഇത്തവണ എന്ന് പറയുന്നത്. അത് സത്യമാവാനാണ് സാധ്യത. എന്തായാലും ഈ കഴിഞ്ഞ 5 വർഷക്കാലം 4.5 വർഷക്കാലം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോരാട്ടമാണ് നടന്നത്. അതിലെല്ലാം തന്നെ UDF വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ വമ്പൻ വിജയം, കരുത്തറ്റ വിജയം, ഞെട്ടലുണ്ടാക്കുന്ന വിജയമാണ് UDF നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ വിജയത്തിന് നേതൃത്വം കൊടുത്ത VD സതീശനാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും മറ്റൊരു പ്രവചനമാണ് നമ്മൾ നടത്തേണ്ടത്. CPM ഇതോടുകൂടി ചവറ്റുകൊട്ടയിലേക്ക്, ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടും. പിണറായി വിജയൻ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ മാത്രമല്ല ജയിലിലേക്കും പോകപ്പെടും എന്നുള്ള വസ്തുതയാണ്. നമുക്ക് ശബരിമല അഴിമതിയുടെ ശരിയായ അന്വേഷണം നടന്നാൽ പിണറായി വിജയനാണ് അവിടുത്തെ വിഗ്രഹങ്ങളടക്കം കൊണ്ട് വിദേശത്തടക്കം കൊണ്ട് വിറ്റതിൻ്റെ പിന്നിലെ കൊള്ളക്കാരനെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ നടന്നിട്ടുള്ള സകല കൊള്ളയുടെയും തട്ടിപ്പിനെയും പ്രധാന ആളെന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്. നമുക്കറിയാം നരേന്ദ്ര ബാഗേജിയുടെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തി, മാഫിയ പ്രവർത്തനം നടത്തി, രാജ്യദ്രോഹ കുറ്റം നടത്തി. ഇതേപോലെ തന്നെയാണ് ഡോളർ കടത്തി, ഇവിടെ നിന്ന് ഡോളർ വിദേശത്തേക്ക് കടത്തി. ഇതേപോലെ തന്നെയാണ്
അദ്ദേഹം ചെയ്തിട്ടുള്ളത് മറ്റൊരു തരത്തിൽ ലൈഫ് മിഷൻ തട്ടിപ്പ്, അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രളയത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി യു എ നിന്ന് കിട്ടിയ ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളതാണ്. ലൈഫ് മിഷനിലേക്ക് വരേണ്ട ഫണ്ട് യൂണിടെക്കിലേക്ക് മാറ്റി അതിലൂടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതോടൊപ്പം ലാവ്ലിംഗ് കേസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കേസുകളാണുള്ളത്. ഇപ്പം ശബരിമല കൊള്ളയ്ക്ക് നമ്മൾ കെട്ടാൻ ഞെട്ടുന്ന വിധത്തിലാണ്. ഏകദേശം 5000 കോടി രൂപയ്ക്കാണ് ശബരിമല വിഗ്രഹം കൊണ്ടുപോയി വിറ്റത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. കാരണം ഇതൊരു ആൻറ്റിക്കായിട്ട്, ഏറ്റവും വലിയ പുരാവസ്തുവായിട്ട്, ഏറ്റവും വിലപിടിപ്പുള്ള പുരാവസ്തുവായിട്ടാണ് വിദേശത്ത് മറച്ചു വിറ്റത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 500 കോടി എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് 5000 കോടിയുടേതാണ് എന്നുള്ള വിവരം വരുന്നത്. എന്തായാലും CPM എന്ന പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് അറിയപ്പെടുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ടുള്ള പിണറായി എന്ന് പറഞ്ഞ പെണുങ്ങാണ്ടി ദൈവം ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ജയിലിലടയ്ക്കപ്പെടും. ഇപ്പോൾ BJP ആണ് അദ്ദേഹത്തെ ഇതുവരെ കൊണ്ടു നടന്നത്. ഇപ്പോൾ BJP മനസ്സിലായി ഇനിയും കൊണ്ടു നടന്നാൽ ഇവിടെ BJP ഇല്ലാതാകും, CPM ഒന്നും ഇല്ലാതാകും, കോൺഗ്രസും UDF-ഉം വളരും. കേരളത്തിൽ നിന്ന് UDF-നെ മാറ്റാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ഇനി ഇങ്ങനെ ഒരാളെ ഇനി തലയിൽ വെച്ച് നടക്കില്ല. കാരണം പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വരികയായിരുന്നെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് CPM-നും പിണറായിക്കും വലിയ വിജയം നേടിക്കൊടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അമിത്ഷാ കൈവിടില്ല. കാരണം കോൺഗ്രസ് തവരാതിരിക്കാൻ വേണ്ടി CPM വന്നോട്ടെ എന്ന് പറയും. ഇത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയാണ് അടുത്ത ഇലക്ഷനിൽ. ആ അടുത്ത ഇലക്ഷനിൽ വരുമ്പോൾ ഇനി എന്തിന് CPM-നെയും പിണറായി വിജയനെയും താങ്ങി നിർത്തണം? ഇതാണ് അമിത്ഷാ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞങ്ങൾ തമ്മിലാണ് മത്സരം, പിണറായി വിജയനോ CPM-ഓ പിക്ചർ ഇല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. CPM ചവറ്റുകൊട്ടയിലേക്ക്. ആ CPM എന്നുള്ള പ്രസ്ഥാനം ചരിത്രത്തിലുണ്ടാവില്ല. കേരള ചരിത്രത്തിൽ ഇനി അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറയേണ്ടി വരില്ല. കാരണം അതിനെ തകർത്തതിൻ്റെ പരിപൂർണ ഉത്തരവാദി പിണറായി വിജയനാണ്. അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തും. മാത്രമല്ല കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരൻ, തട്ടിപ്പുകാരൻ, ഭീകരവാദി, ഏകാധിപതി, മാഫിയ തലവൻ എന്നുള്ള പേരിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. നന്ദി, നമസ്കാരം.